നമുക്കിന്ന് കോളിഫ്ലവർ വെച്ച് അടിപൊളി ഒരു കറി ഉണ്ടാക്കിയല്ലോ. അതിന് വേണ്ടി അടുപ്പിലേക്ക് ഒരു പാൻ കയറ്റുക. പാനിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പിടുക. എന്നിട്ട് വൃത്തിയാക്കി കോളിഫ്ലവർ ഈ വെള്ളത്തിലേക്ക് ഇടുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത കോളിഫ്ലവർ വേറെ പാത്രത്തിലേക്ക് മാറ്റുക. വേവിച്ചെടുത്ത കോളിഫ്ലവർ നമുക്കൊരു വറുത്തെടുക്കണം. അതിനൊരു മസാല ചേർക്കുക. അതിനൊരു ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കല്ലുപ്പ്, പെരിഞ്ജീരകം, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, വേപ്പില ഒക്കെ ഇട്ട് അരച്ചെടുക്കുക മിക്സിയിൽ. അരപ്പിലേക്ക് ഈ കോളിഫ്ലവർ നന്നായി തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ഇതേപോലെ വറുത്തെടുത്തതിന് ശേഷം വറുത്തെടുത്ത കോളിഫ്ലവർ വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ അടുപ്പിലേക്ക് നമുക്കൊരു ചട്ടി കയറ്റിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അതിൽ ചുവന്നുള്ളി ചതച്ചിട്ടെടുക്കുക, വെളുത്തുള്ളി ഇട്ടെടുക്കുക, ഇഞ്ചി പച്ചമുളക് ഇട്ടെടുക്കുക, നന്നായിട്ട് വാട്ടി കൊടുക്കുക. ഇഞ്ചി ഇതൊക്കെ ചൂടായ വേപ്പിൽ ഇട്ടെടുക്കുക. ഇത് നന്നായിട്ട് വാട്ടി ഇത് കളർ മാറി ബ്രൗൺ കളർ ആവാൻ നേരത്തെ നമുക്ക് സവാള ഇട്ടെടുക്കുക. സവാള ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. സവാളയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതൊരു കുറച്ച് നേരം നമ്മൾ മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. അത് മൂടി തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ട് തക്കാളി ഇട്ടെടുക്കുക. തക്കാളി ഇട്ടിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. തക്കാളിയൊക്കെ ഒരു നന്നായിട്ട് വാടി വരാനത്തേക്ക് പൊടികൾ ഇട്ടെടുക്കുക. മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. പൊടിയുടെയൊക്കെ ഒരു മണം മാറി വരാനത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച് കോളിഫ്ലവർ ഇതിലേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിന് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് വെള്ളമൊക്കെ നന്നായി മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടുക, പിന്നെ മസാലപ്പൊടി ഇടുക, പിന്നെ മല്ലിയിലയും ഇട്ടുകൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക. ഒരു 5-6 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം മൂടി തുറക്കുക. എന്നിട്ട് അത്യാവശ്യം ഇളക്കി കൊടുത്തതിന് ശേഷം അടുപ്പിൽ നിന്ന് കറി ഇറക്കുക. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.